Zombie apocalypse. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഭാരതി പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 8 മണിക്കൊക്കെ എഴുന്നേറ്റു. ഇനി ഇവിടെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് സൗണ്ട് ഗാർഡൻ അതുപോലെ മെട്രിമന്ത്രി പോകാനാണ് ഇന്നത്തെ പ്ലാന്. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പ്ലേസിൽ വെച്ച് കാണാം. ഞാനിപ്പോൾ റോക്ക് ബീച്ചിലാണുള്ളത്. പുറത്തുനിന്ന് ഫുഡ് അടിക്കണം. പിന്നൊരു 12 മണിയാകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് മെട്രിമന്ത്രി അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകണമെന്നുണ്ട്. അറിയില്ല. ആ സ്ഥലം കണ്ട, അത് നമ്മുടെ സ്വപ്നകൂടിലൊക്കെ ഉള്ള സ്ഥലം, ആ പാലം. പിന്നെ ഭാവന തലയടിച്ച് വീണതൊക്കെ ഇവിടെ ഞാൻ തോന്നുന്നു. ഞാനിപ്പോൾ റോക്ക് ബീച്ചിൻ്റെ അടുത്തുള്ള ആ മറ്റേ ബ്രിഡ്ജില്ലേ, അവിടെയാണ് നിൽക്കണത്. ഇത് നമ്മുടെ സ്വപ്നക്കൂട് സിനിമയിലൊക്കെ ഉണ്ട്. ഇത് പണ്ട് കാലത്ത് ബോട്ട് വന്നിട്ട് ആൾക്കാർ കയറാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ബ്രിഡ്ജാണ്. ഇപ്പോൾ അത് പില്ലറൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കണേ. പക്ഷേ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഷൂട്ടിംഗ് പോയിൻ്റാണിത്. നല്ല ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ഇരുന്നിട്ടുള്ളതൊക്കെ. ഞാനിപ്പോൾ ഭാരതി പാർക്കിൻ്റെ അടുത്ത് നിൽക്കണം. ഇവിടെ മറ്റേ ഞാനും റൗഡിദാൻ ഷൂട്ട് ചെയ്തില്ലേ, വിജയ് സേതുപതിയുടെയും നയൻതാരയുടെയും ആ പാട്ട് സീനത്തെ ലൊക്കേഷനാണത്. അപ്പോൾ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി മെട്രിമന്ത്രി പോകണം, സൗണ്ട് ഗാർഡൻ പോകണം. അത് കഴിഞ്ഞിട്ട് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ടാക്സിയിൽ പോണ റൂട്ട് ഒരു സുഖമില്ല. ഇത്തിരി കാട് പിടിച്ച പോലെ, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ 12 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറൊക്കെ ചവിട്ടി അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടാവും. നമ്മളിപ്പോൾ പോണ്ടിച്ചേരി മെയിൻ റോട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മെട്രിമന്ത്രി അതുപോലെ സൗണ്ട് ഗാർഡൻ പോണ വഴിയാണിത്. ഇതാണ് സൗണ്ട് ഗാർഡൻ. ഇതിപ്പോൾ ദീപാവലിയായിട്ട് അടച്ചിട്ടേക്ക. ഇനി തിങ്കളാഴ്ച തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പോണ്ടിച്ചേരി വരുന്നെങ്കിൽ ഈ സ്ഥലത്തേക്ക് എന്തായാലും വന്നോളൂ. ഇത് നല്ലൊരു സംഭവമാണ്. ഇത് സൗണ്ട് ഗാർഡൻ്റെ നേരെ മുമ്പിലുള്ളൊരു ഗേറ്റാണ്. അതും അടക്കം ഒരു ഇൻസ്ട്രുമെന്റ് ഫിറ്റ് ചെയ്തേക്കാണ്. നല്ലൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ കൊറോണയായി കാരണം ഇത് തുറന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. കുറേ പേര് ഈ റൂട്ട് പോകുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എവിടെ എൻട്രൻസ്, ഏത് എൻട്രൻസ് ഒന്നും അറിയണില്ലേ. ഇപ്പം എനിക്ക് ചെറുതായിട്ടൊരു വ്യൂ പോയിന്റ് ഇവിടുന്ന് കിട്ടി. ഇതാണ് സംഭവം. അപ്പോൾ ഇവര് കൊറോണ വന്ന പിന്നെ ഇത് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞവര്. പക്ഷെ കാറുകാരും ഫോറിനേഴ്സൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ അപ്പാർട്ട്മെൻറ്റുകൾ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. അവിടേക്കുള്ള ആൾക്കാരാന്ന് പറഞ്ഞത്. നോക്കി നോക്കാം, അറിയില്ല. മെട്രിമന്ത്രി ഓപ്പൺ കിടയാതാ ഇല്ലയാ നെക്സ്റ്റ് ഇയറാ.
வேற ஏதாச்சும் பிளேஸ் இருக்குங்க இல்லையா? எங்க பீச் இருக்கா? ബീച്ചിക്ക് നമ്മൾ പോകണില്ലേ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞ് ബീച്ചാണ്. പിന്നെ ബീച്ച് ഇപ്പം ആരും കാണാത്തതൊന്നല്ലല്ലോ. അപ്പോൾ പിന്നെ സൗണ്ട് ഗാർഡനും പിന്നെ മെട്രോ മന്ദിരം പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ റൂമിൻ്റെ സൈഡിൻ്റെ അവിടെ നിന്നാണ് കാർ ബുക്ക് ചെയ്തേക്കണത്. അവിടെ ജസ്റ്റ് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, നല്ല പോയിന്റുകളുണ്ട്, ഷൂട്ടിംഗ് പോയിന്റുകളുണ്ട്, അവിടെ ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു പോകും. ഇതാണ് മറ്റേ സ്വപ്നക്കൂടിത്തെ പള്ളി, ഒരു പാട്ട് സീനിലുണ്ട്. ഇതിന്റെ പിന്നിലാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇനി കാറ് വരും. കാറ് വന്ന് അവിടെ താമ്പരത്ത് പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരുവള്ളൂർ പോകാനുള്ള പരിപാടിയാണ്. സൈക്കിള് ആകെ കംപ്ലൈൻ്റ് ആണ്. സൈക്കിളിൻ്റെ ഇത് ഭയങ്കരമായിട്ട് ബെൻഡായി വീണു തോന്നുന്നുണ്ട് അവിടെ വെച്ച് പോയിപ്പോൾ റൂമിൻ്റെ അവിടെ. പിന്നെ ബാക്ക് ടയർ എന്തോ ഭയങ്കര ജാമ്. അപ്പോൾ ഇനി അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഇനി സൈക്കിള് അടുത്ത വ്ളോഗ് ഉണ്ടാവുള്ളൂ, സൈക്ലിംഗ് വ്ളോഗ്. അടുത്ത എങ്ങടാന്ന് തീരുമാനിച്ചിട്ടില്ലേ. മിക്കതും ആന്ധ്രാപ്രദേശിക്കായിരിക്കും, തിരുപ്പതിക്കായിരിക്കും മിക്കതും അടുത്ത റൈഡ്. പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പോണ റൂട്ട് ഫുൾ NH ആണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.